അങ്കിള് നല്ല അങ്കിളാ. എന്റെ അമ്മ പോലും എനിക്ക് ചോറ് വാരി തരൂല. ജസ്മി മോൾ അങ്കിളെന്ന് വിളിക്കരുത്. പിന്നെ മോള് ചോദിക്കുന്നൊക്കെ വാങ്ങിച്ചു തരാം. എന്നെ അച്ഛന്ന് വിളിക്കാവോ? എന്തിനാ അങ്കിളിനെ അച്ഛന്ന് വിളിക്കുന്നെ? എന്റെ അച്ഛൻ ചീത്തയാ. നല്ല അങ്കിളാ. എടി മണ്ടി, ഇത് നിന്നെ അറിയാതെ കിട്ടുന്ന ഈ സ്നേഹം മതി എനിക്ക്. അതുകൂടെ നീ ഇല്ലാതാക്കരുത്. നിങ്ങളെ വെറുക്കാൻ അവൾക്ക് എങ്ങനെ കഴിഞ്ഞു? പട്ടുപോലത്തെ മനുഷ്യൻ, ഓമനിയായ കുഞ്ഞ്. ഇപ്പോഴത്തെ ഈ ജീവിതം സത്യമായിരുന്നെങ്കിൽ എന്ന് കൊതിക്കാറുണ്ട് ഞാൻ. നിനക്കൊരു ജീവിതം കിട്ടും ദേവകി. ഈ ജന്മത്തോ? ഇല്ല ചേട്ടാ, ജീവിക്കാൻ ഈ തൊഴിലല്ലാതെ എനിക്കൊന്നും അറിയില്ല. അതും ഇനി അധിക കാലമില്ല. നമുക്ക് പോവാ. എങ്ങോട്ട്? അങ്കിളല്ലേ പറഞ്ഞത് ഊണ് കഴിഞ്ഞ് അമ്മയെ കാണാൻ പോകാമെന്ന്. എനിക്കിപ്പോ അമ്മയെ കാണണം. 2 ദിവസം കഴിഞ്ഞു പോവാം മോളെ. നിന്നെ കണ്ട് കൊതി മാറിയില്ല. ഞാൻ സമ്മതിക്കൂല. എന്റെ അമ്മ ഇപ്പൊ കാണണം. ആ ശരി ദേവകി, പുറപ്പെട്ടോളൂ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ദേവകി, അമ്മയെ കാണാത്ത കുഞ്ഞിന്റെ വേദന നിനക്ക് മനസ്സിലാവില്ല. ഇത് മുഴുവൻ മോൾക്കുള്ളതാണ്. മോളെടുത്തോ. കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇതുവരെ യാതൊരു വിവരവുമില്ല. ചുറ്റുപാടുമുള്ള എല്ലാ സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഡ്യൂട്ടിയിൽ ഒരു സ്ക്വാഡ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് മാഡം. എന്നിട്ടും ഫലമൊന്നും കാണുന്നില്ലല്ലോ സാർ. കുട്ടിയുടെ പടത്തോടെ ഒരു പരസ്യം പത്രത്തിൽ വന്നാൽ നന്നായിരിക്കും. നാളെ തന്നെ ഇത് വന്നിരിക്കും. എവിടായിരുന്നേ? ലോഡ്ജെല്ലാം കയറി ഇറങ്ങി. വീട്ടിൽ നിന്ന് പോന്നിട്ട് 2 ദിവസമായി അയൽക്കാർ പറഞ്ഞു. ഞാൻ തോന്നിയെടുത്ത് പോവും. ഭരിക്കാൻ വന്നിരിക്കുന്നു. ഞാനെന്താ തന്നെ വെപ്പാട്ടിയോ? എല്ലാരോടും കാട്ടുന്ന വെള്ളത്തിൽ എന്നെ അടുത്ത് ഇറക്കരുത്. വായിൽ പല്ല് കാണുകയല്ല. വരാൻ മനസ്സില്ലെങ്കിലോ? ഞാനിപ്പോ ഒരു കുടുംബമായി കഴിയുന്നു. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. എനിക്കും ചോദിക്കാനും പറയാൻ ആളുണ്ടെന്ന് കരുതിക്കോ. ഇത് 2ാമത്തെ തവണയാ നീ എനിക്ക് കുരുക്കിടുന്നത്. 2 പ്രാവശ്യവും ഞാനായിട്ട് ഒന്നല്ല. ഇവൾ ഇഷ്ടത്തോടെ വരികയാണെങ്കിൽ നീ കൊണ്ടുപോയിക്കും. ഇവന്റെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കാൻ ചേട്ടന് വേറെ പണിയില്ലേ? വാ, നമുക്ക് പോവാം. രാമു മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. എന്റെ തട്ടിക്കൊണ്ടു പോവാൻ മാത്രം നീ വളർന്നോ? നിന്നെ അങ്ങനെ സൂഹിക്കാൻ വിടലടാ. അതെവിടെ? സുധാദേവി, മാനേജിംഗ് ഡയറക്ടർ, സുധാ ഇൻഡസ്ട്രീസ്. എന്താ കാതയുടെ എവിടുന്നാണ് കുറ്റിയും പറിച്ച്? ആരാ, എന്ത് വേണം? ഒരു ഡ്രൈവറെ വേണോന്ന് കേട്ടു, അതിന് വന്നതാ. ഡ്രൈവർ ആവശ്യമുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇവിടുത്തെ ഡ്രൈവറെ ഞാനല്ലേ ആശുപത്രി കൊണ്ടാക്കിയത്. പാവത്തിന് ബോധം ഉണ്ടായിരുന്നില്ല. കമാന്നൊരു അക്ഷരം മിണ്ടാത്ത ആ പാവത്തിനും ശത്രുക്കൾ. ആരായിരുന്നാലും ചെയ്തവൻ അനുഭവിക്കും. അത് പിന്നെ പറയണോ ചേട്ടാ? പ്രവൃത്തിയുടെ ഫലം കിട്ടാണ്ടിരിക്കുവോ?
ആ താൻ ഇവിടെ നിന്നില്ലേ, ഞാൻ കൊച്ചമ്മയെ വിളിക്കാം. ദേ, ഇതാണ് കക്ഷി. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ജയിൽ സൂപ്രണ്ട് കൂടെ. എന്താ ഇവിടുന്ന് പോരാൻ കാരണം? അദ്ദേഹം കാർ വിറ്റു. ഈ ജോലി തൽക്കാലത്തേക്ക് മാത്രമാണ്. ഇവിടുത്തെ ഡ്രൈവർ സുഖമായി വരുന്നവരെ. അറിയാമേ, അയാൾ വരുന്നതിന് മുമ്പ് ഞാൻ വേറെ ജോലി കണ്ടുപിടിച്ചോളാം. അമ്മാവാ, കാറിന്റെ താക്കോൽ കൊടുത്തേക്കു. ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പോരെ മോളെ. എന്തന്വേഷിക്കാനാ? ജയിൽ സൂപ്രണ്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ. ഇവിടെ തൽക്കാലത്തേക്കല്ലേ ഉള്ളൂ. ഡ്രൈവിംഗ് ഒക്കെ എങ്ങനെ? നന്നായി ഓടിക്കും. എന്നാലും ഒന്ന് കാണണല്ലോ. ഈശ്വര, ജയിലിനകത്ത് കഴിയേണ്ടവർ ഈ നാട് ഭരിക്കുന്നു, നല്ലവർ ജയിലിൽ കിടന്ന് നരയിക്കുന്നു. ഇതിനൊരു അറുതി വരുത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നാടിന്റെ സ്വയം ഭരണം ഏറ്റെടുത്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഈ കാലനെ കൊണ്ട് തോറ്റു. ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന് വഴി മുങ്ങിക്കളഞ്ഞു. പാവം ജയിൽ സൂപ്രണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ട് എന്താ? വട്ടു വന്നാലല്ല ഒന്ന് തന്നെ. ഈ നാടിന്റെ ഭരണചക്രത്തിൽ ഇരിക്കുന്ന കൈകളിൽ വിലങ്ങോ? ആരവിടെ? ഒരു ചട്ടിയിൽ എണ്ണ നിലയ്ക്കട്ടെ. ഇവരെ രണ്ടുപേരെയും ഫ്രൈ ചെയ്ത് കൊണ്ടുപോവാ. എടാടാ മക്കളെ, എന്നെ വിട്ടേരടാ. എന്നെ വിട്ടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രമോഷനാ. എന്റെ ഒരു മോൻ മന്ത്രിയാ. അപ്പം വിചാരിച്ച നാളെ കാലത്ത് നിങ്ങൾ രണ്ടുപേരും ഡോക്ടറാ. എന്തു പറയുന്നു? വാട്ട് യു സേ? ഈ അടവൊക്കെ അങ്ങ് വെച്ചാലേ മര്യാദയ്ക്ക് ഒന്ന് കടി ആഹാരം കഴിക്കാം. പ്രമോഷൻ വേണ്ടെങ്കിൽ വേണ്ട. കൈ നിറച്ച് കാശ് തന്നാലോ എന്നെ വിടാവോ? എന്നെ വിടാവോന്ന്? കാശിപ്പോ കൈവശം ഉണ്ടോ? എന്നാ കാണട്ടെ. പണമെന്ന് പറഞ്ഞാൽ പിണവും വായ തുറക്കും. എന്റെ ഒരു മകൻ മന്ത്രിയാ, മനസ്സിലായില്ലേ? ഇനി ഒരുത്തൻ കയറ്റുമതി ഇറക്കുമതി, വേറൊരുത്തൻ ബ്ലേഡ് കമ്പനി. നമ്മുടെ നാട്ടിലെ പണം കായ്ക്കുന്ന മരങ്ങളാ ഇവരൊക്കെ. നിങ്ങൾ ചോദിക്കുന്ന കാശ് ഞാൻ തരാം. മിസ്റ്റർ മേനോൻ, ഇവരോട് അകത്തേക്ക് പോകും. ഇഞ്ചക്ഷൻ ചെയ്യാൻ നേഴ്സ് കാത്തു നിൽക്കുന്നു. എന്റെ പൊന്നു സാറേ, ഞാൻ ഉമ്മാനോട് പറയായിരുന്നു സമയാസമയങ്ങളിൽ മരുന്ന് കഴിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ രോഗം കൂടുമെന്ന്. രണ്ടിനും വട്ടാ. സ്വന്തം അവയവങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ തന്നെ പകുതി അസുഖം ഭേദമായെന്ന് പറയാം. മിസ്റ്റർ മേനോൻ, This is smoke noise. this is Yes, ചെവി. ഓ ഇതോ? It is lips, mouth, വായ. മനസ്സിലായില്ലേ? കൊള്ളാമല്ലോ. മേനോന് വളരെ ഭേദമുണ്ടല്ലോ. അതിനാണ് സാറേ തലയിൽ കിഡ്നി വേണമെന്ന് പറയുന്നത്. വാർഡിലേക്ക് കൊണ്ടു. വേഗം പോകും. Who are you? My son is a minister. What വേഗം കൊണ്ടു. bloody വേഗം കൊണ്ടു. nonsense? What bloody nonsense? No. What Francis? പാവം നല്ലൊരു മനുഷ്യൻ. ഇത്ര ഉയർന്നിലുള്ള മക്കളുണ്ടായിട്ട് എന്താ കാര്യം? ആ ഓരോരുത്തരുടെ വിധി. മേനോന്റെ ലാത്തിയിൽ മിസ്റ്റർ വിനയന് വീണുവല്ലേ? ആ മനുഷ്യൻ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. പിന്നെ മക്കളെ കുറിച്ച് പറഞ്ഞതോ? ആ അതാണ് മേനോന്റെ അസുഖം. ഇല്ലാത്ത ഉണ്ടെന്ന് സങ്കല്പിക്കുക, അത് യാഥാർത്ഥ്യമാണെന്ന ബോധത്തോടെ പെരുമാറുക. ഇപ്പൊ ഇന്ത്യയുടെ ഭരണാധികാരി അങ്ങേരാണെന്ന ഭാവത്തിലാണ് മേനോൻ. ഇറ്റ്സ് കൈൻഡ് ഓഫ് മാനിയ. ഇന്ന് ഷൈനിയുടെ എല്ലാ വിവരങ്ങളും എന്നോട് പറയണം, ഒന്നും ഒളിച്ചു വയ്ക്കരുത്. എന്നിട്ട് വേണം എനിക്ക് ചികിത്സ ചെയ്യിക്കാൻ. ഓക്കെ? ശരി ഡോക്ടർ.